ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് നമ്മൾ ചെയ്യേണ്ടതേ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചുവന്ന ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ല ചെറുതായിട്ട് അധികം കനവില്ലാതെ ഇതുപോലെ ഇവിടെ അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഒരു 6-7 ചെറിയ ഉള്ളി വേണം. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും ചെറുതായിട്ട് കീറി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും 2-3 വറ്റൽമുളക് രണ്ടായിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി മുളകും ഒക്കെ വഴന്നു വരുന്ന സമയത്തെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർത്തേക്കണേ. നമ്മുടെ ഉള്ളി മുളകൊക്കെ വഴന്നു വരുന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ക്യാപ്സിക്കം റെഡിയാക്കി വെച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാവേ. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണേ. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇതേ 1 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇതിനെ ഒന്ന് തുറന്നെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്നിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒക്കെ മാറണവരെ ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണവേ. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ഞാനിവിടെ 1.5 കപ്പ് തൈര് എടുത്ത് ഈ ഒരു പരുവത്തിൽ ഒന്ന് അധികം കട്ടിയില്ലാതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ കറിയിലേക്ക് നമ്മൾ വേറെ മസാലകളോ അതുപോലെ തന്നെ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കറി നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിൻ്റെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കണവേ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ആ ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഉള്ളിയുടെയും ആ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഈ തൈരിലേക്ക് പിടിക്കാനായിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നല്ലൊരു പുളിയും മധുരവും ഒക്കെ കൂടിയുള്ള ഒരു നല്ല ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഷുഗറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കറി നല്ല ഒരു ടേസ്റ്റി ആകും കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.